സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നിർമ്മാതാക്കളിൽ ഒരാളാണ് ആന്റണി പെരുമ്പാവൂർ എന്നതിൽ സംശയമില്ല. ആദ്യ ചിത്രം നരസിംഹം മുതൽ ആദി വരെ നിരവധി സൂപ്പർ ഹിറ്റുകൾ. ആദി എന്ന സിനിമയെക്കുറിച്ച് ആദ്യം മുതൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ജിത്തു ജോസഫ് ഉൾപ്പെടെ ചിത്രത്തിൻ്റെ സംവിധായകനും സഹതാരങ്ങളും എല്ലാം പ്രണബ് മോഹൻലാലിൻ്റെ എഫർട്ടിനെയും ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചും ഓരോ അഭിമുഖങ്ങളിലും പ്രശംസിച്ചുകൊണ്ടിരുന്നു. ചിത്രത്തിന് പ്രൊമോഷൻ നൽകാനുള്ള നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും തന്ത്രങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നായിരുന്നു പലരും വിമർശിച്ചത്. ചിലർ ഇതിനെ തള്ള് എന്ന് പറഞ്ഞും പുച്ഛിച്ചു. എങ്കിൽ ഇത്തരക്കാർ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. പ്രൊമോഷൻ ഒരു ചിത്രത്തിൻ്റെ വിജയത്തിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നത്. കാരണം ആദിക്ക് ഒപ്പമിറങ്ങിയ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. മികച്ച അഭിപ്രായം ലഭിച്ച സിനിമയാണ് മമ്മൂട്ടിയുടെ സ്ട്രീറ്റ് ലൈറ്റ്. എന്നാൽ സാധാരണ മമ്മൂട്ടി ചിത്രങ്ങൾ പോലെ തിയേറ്ററിൽ വലിയ ഓളം തീർക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല. നല്ല അഭിപ്രായം ലഭിച്ചിട്ടും കാര്യമായ കളക്ഷൻ നേടിയില്ലെങ്കിൽ അതിന് കാരണം പ്രൊമോഷൻ മോശമായത് തന്നെ. നിവിൻ പോളിയുടെ ഹേ ജൂഡിനും അതേ അവസ്ഥ തന്നെ. പോസിറ്റീവ് റിവ്യൂസ് മാത്രം ലഭിച്ചിട്ടും ചിത്രവും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ഈ കൂട്ടത്തിൽ 2018 ഇതുവരെ ഒരു വലിയ വിജയം സ്വന്തമാക്കാൻ സാധിച്ച ഏക ചിത്രം ആദി മാത്രമേ ഉള്ളൂ. അതിന് കാരണം ചിലർ തള്ള് എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന പ്രൊമോഷൻ നൽകിയ മൈലേജ് തന്നെ. ഇവിടെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിൻ്റെ വിജയം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.